ഈസീനോ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് ട്രീ കേക്കാണ്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ട്രീ കേക്കാണ്. അതെങ്ങനെ ഉണ്ടാക്കിയെന്ന് നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലോ. ഇതിനായിട്ട് ഞാൻ ഒരു ഡ്രൈ ആയ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലൊരു അരിപ്പ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു കപ്പ് മൈദ ഇട്ട് കൊടുക്കുക. ആ മൈദ എടുക്കുമ്പോൾ എപ്പോഴായാലും ഇങ്ങനെ വടിച്ചിട്ടായിട്ട് എടുക്കാൻ നോക്കുക. മേലേക്കായിട്ട് പൊന്തി നിൽക്കുന്ന വിധത്തിൽ മൈദ എടുക്കരുത്. അതെപ്പോഴും ശ്രദ്ധിക്കണം. ഒരു ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കുക. അര ടീസ്പൂണ് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുക. ഒരു ടേബിൾ സ്പൂൺ പാൽപ്പൊടിയാണിത്. ഇത് നിങ്ങളുടെ കയ്യിൽ പാൽപ്പൊടി ഉണ്ടെങ്കിൽ എന്തായാലും ഇട്ട് നോക്കുക. നല്ലൊരു ടേസ്റ്റാണ് കേക്കിന് ഉണ്ടാവുക. അപ്പോൾ ഒരു ടേബിൾ സ്പൂണ് പാൽപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു നുള്ള് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഇനി ഇതൊരു 3 പ്രാവശ്യം നന്നായിട്ട് അരിച്ചെടുക്കണം. നമ്മൾ നന്നായിട്ട് അരിച്ചെടുക്കുന്നത് കേക്ക് നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒന്ന് നന്നായിട്ട് അരിച്ചെടുക്കുക. അപ്പം നന്നായിട്ട് തന്നെ 3 പ്രാവശ്യം അരിച്ചെടുത്തിട്ടുണ്ട്. ഞാനൊരു 4 മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ വെള്ള വേറെയും മഞ്ഞ വേറെയായിട്ട് തരംതിരിക്കണം. ഇപ്പോൾ മുട്ടയുടെ വെള്ളയും മഞ്ഞയും സെപ്പറേറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി ഈ വെള്ള ഒന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ഇനി ഇത് ഹൈ സ്പീഡിൽ തന്നെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ടെടുക്കുക. ഇപ്പം നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാ ഇങ്ങോട്ട് പിടിച്ചാൽ താഴത്തേക്ക് പോവാത്ത വിധത്തിൽ ഇങ്ങനെയായിട്ട് ബീറ്റ് ചെയ്തിട്ടെടുക്കണം. ഇനി ഇതിൽ 1 കപ്പ് പൊടിച്ച പഞ്ചസാര കുറേശ്ശെ ഇട്ടിട്ട് വീണ്ടും ബീറ്റ് ചെയ്തിട്ടെടുക്കുക. അപ്പോൾ പഞ്ചസാര മുഴുവനായിട്ട് ഇട്ടിട്ട് ബീറ്റ് ചെയ്തിട്ടെടുത്തിട്ടുണ്ട്. ഇനി മാറ്റി വെച്ച മുട്ടയുടെ മഞ്ഞ ഉണ്ടല്ലോ, അത് പകുതി ഭാഗം ഒഴിച്ച് കൊടുക്കുക. ഇനി 1 ടീസ്പൂണ് വാനില എസൻസ് ഒഴിച്ചിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്തിട്ടെടുക്കുക. അപ്പോൾ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള മുട്ട കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഒന്നും കൂടി നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ടെടുക്കുക. നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ടെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കുറേശ്ശായിട്ട് ഒഴിച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂണ് പാൽ ഒഴിച്ച് കൊടുക്കണം. അത് കൂടുതൽ തണവില്ലാത്ത പാലായിട്ട് എടുക്കാൻ ശ്രദ്ധിക്കുക. എടുത്ത് വെച്ച പൊടികൾ കുറേശ്ശെയായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്നാകെ ഇങ്ങനെ കുത്തി ഇളക്കാണ്ട് ഒരേ ഭാഗത്തേക്കായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. നമ്മുടെ ഈ ബാറ്റർ ഇങ്ങനെ താഴ്ന്നു പോവരുത്. പതുക്കെയായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കണം. അപ്പോൾ നല്ല പോലെ തന്നെ ബാറ്റർ കിട്ടിയിട്ടുണ്ട്. ഇതിനായിട്ട് ഞാൻ 1 കിലോൻ്റെ ഡോൾ കേക്കിൻ്റെ മോൾഡാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതൊന്ന് നന്നായിട്ട് ടാപ്പ് ചെയ്യുക. 2-3 പ്രാവശ്യമെങ്കിലും ഒന്ന് ടാപ്പ് ചെയ്തിട്ടെടുക്കണം. ഇതിൻ്റെ ഉള്ളിൽ എയറൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. ഞാൻ 5 മിനിറ്റ് ചൂടാക്കിയൊരു പാത്രത്തിൽ ഒരു ചെറിയൊരു സ്റ്റീൽ പാത്രത്തിൻ്റെ മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് അതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുക. ഇനി ഇത് അടച്ച് വെച്ചിട്ട് ചെറിയ തീയിലൊരു 40 മിനിറ്റ് വരെ വേവിച്ചെടുക്കുക. അതിന് ശേഷം ഒന്ന് തുറന്ന് നോക്കുക. കേക്ക് ബേക്ക് ആവുന്ന സമയം കൊണ്ട് നമുക്ക് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തിട്ടെടുക്കാം. അതിന് ഞാൻ വിവോൻ്റെ വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ നിന്ന് 2 കപ്പ് വിപ്പിംഗ് ക്രീം ഇതിലേക്ക് ഒഴിച്ചിട്ട് ബീറ്റ് ചെയ്തിട്ടെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് വാനില എസൻസ് ഒഴിച്ച് കൊടുക്കുക. 2 ടേബിൾ സ്പൂണ് പഞ്ചസാര പൊടിച്ചത് കൂടിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ബീറ്റ് ചെയ്തിട്ടെടുക്കുക. ആദ്യം ലോ സ്പീഡിലിട്ടിട്ട് ബീറ്റ് ചെയ്തിട്ടെടുക്കുക. പിന്നെ അത് ഹൈ സ്പീഡിലാക്കി മാറ്റുക. ബീറ്റ് ചെയ്യുന്ന വീഡിയോ ഞാൻ മുന്നത്തെ കേക്ക് ഉണ്ടാക്കുന്ന വീഡിയോയിലൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്. അത് കാരണം ഞാൻ കൂടുതലായിട്ട് ബീറ്റ് ചെയ്യണത് കാണിക്കുന്നില്ല. അപ്പോൾ നല്ല പാകത്തിനായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നൊരു പകുതി എടുത്തിട്ട് മാറ്റി വയ്ക്കാം. ഇതിൽ കുറച്ച് ഗ്രീൻ കളർ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ചേർക്കണത്. കുറച്ച് കളറ് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് ഒക്കെ മിക്സ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ലിക്വിഡ് കളറാണ് കിട്ടിയത്. ജെൽ കളർ കിട്ടുകയാണെങ്കിൽ ജെൽ കളർ യൂസ് ചെയ്യാൻ നോക്കുക കേട്ടോ. ഇനി ഇത് കുറച്ച് സമയം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുക്കാം. അപ്പോൾ നമ്മളുടെ കേക്ക് വെച്ചിട്ട് 1 മണിക്കൂറായിട്ടുണ്ട്. ഇനി തുറന്നിട്ട് ഇതൊന്ന് വെന്തിട്ടുണ്ടോയെന്നൊന്ന് കുത്തി നോക്കാം. അതാ നല്ല ക്ലിയർ ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇത് സ്റ്റവ് ഓഫ് ആക്കിയിട്ട് ഒന്ന് തണുക്കാനായിട്ട് വെക്കാം. ഇപ്പോൾ കേക്കൊക്കെ നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. ഞാൻ ഈ മോൾഡ് വെച്ചിട്ടാണ് ചെയ്തത്. ഈ മോൾഡ് തന്നെ ഡോളിൻ്റെ മോൾഡ് തന്നെ വേണമെന്നൊന്നുമില്ല. നമ്മുടെ കേക്ക് ഒഴിക്കണ ഇതുപോലത്തെ പാത്രമായാലും മതി. എന്നിട്ട് വട്ടത്തിൽ ചെയ്തെടുത്തിട്ട് ഒന്നിങ്ങനെ കട്ട് ചെയ്താൽ മതി. ഇനി നമുക്കിത് ലെയറായിട്ട് മുറിച്ചെടുക്കാം. ഇതാ ഒരു ലെയർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ഉണ്ട്. പിന്നെ ഇനി ബാക്കിയുള്ളതും കൂടിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നമ്മളുടെ കേക്ക് ഇതാ 6 ലെയറായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ചെറുതും വലുതൊക്കെ ആയിട്ട്
ഇതാ 6 എണ്ണമായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു ടേൺ ടേബിളിൻ്റെ മേലെ ഒരു കേക്ക് ബോർഡ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ നടുക്കിലായിട്ട് കുറച്ച് വിപ്പിംഗ് ക്രീം വെച്ച് കൊടുക്കുക. ഇത് വെച്ച് കൊടുക്കുന്നത് കേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നി മാറാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി വീതി കൂടിയ ലെയർ ഇതിൻ്റെ അടിഭാഗത്തേക്കായിട്ട് വെച്ച് കൊടുക്കുക. ഇനി ഇതിൻ്റെ മേലെയൊക്കെ ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കുക. ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് 1 കപ്പ് വെള്ളത്തിൽ 1/2 കപ്പ് പഞ്ചസാര ചേർത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ച് അതിന് ശേഷം നന്നായിട്ട് ചൂടാറിയതിന് ശേഷമാണ് ഇതിൽ ഒഴിച്ചു കൊടുക്കുന്നത്. എല്ലാ ഭാഗത്തും ഒന്ന് നന്നായിട്ട് ചെയ്ത് കൊടുക്കുക. ഇനി അതിൻ്റെ മേലെ വിപ്പിംഗ് ക്രീം തേച്ച് കൊടുക്കുക. വിപ്പിംഗ് ക്രീം തേച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മേലെ വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നാണ് കുറേശ്ശായിട്ട് ഇട്ട് കൊടുക്കുക. ഇനി അടുത്ത ലെയർ ഇതിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ടൊന്ന് കറക്റ്റ് ആക്കുക. ഷുഗർ സിറപ്പ് ഒന്ന് ഒഴിച്ച് കൊടുക്കുക. ഇനി വീണ്ടും വിപ്പിംഗ് ക്രീം ഒന്ന് നന്നായിട്ട് പരട്ടി കൊടുക്കുക. ഇനി ഇതിൻ്റെ മേലെ വീണ്ടും വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ ലെയറും ഇങ്ങനെ അതിനനുസരിച്ചായിട്ട് വെച്ച് കൊടുക്കുക. ഇപ്പോൾ നമ്മളുടെ 6 ലെയറും വെച്ച് കൊടുത്ത് അതുമൂലമൊക്കെ വൈറ്റ് ചോക്ലേറ്റും വിപ്പിംഗ് ക്രീമും ഒക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതാ ഇതിൻ്റെ അളവിലുള്ളൊരു ട്യൂപ്പിക്ക് എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഒന്ന് ഇറക്കി കൊടുക്കുക. പെട്ടെന്ന് തന്നെ വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിൻ്റെ മേലെയൊക്കെ വിപ്പിംഗ് ക്രീം ഒന്ന് തേച്ചെടുക്കുക. ഇപ്പോൾ എല്ലാ ഭാഗത്തും തന്നെ വിപ്പിംഗ് ക്രീമൊക്കെ നന്നായിട്ട് തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി വിപ്പിംഗ് ക്രീമിൽ ഗ്രീൻ കളർ ചേർത്ത് വെച്ചിട്ടുണ്ടല്ലോ കുറച്ച്, അത് ഇതിൻ്റെ മേലേക്കൊന്ന് കോട്ട് ചെയ്ത് കൊടുക്കാം. എല്ലാ ഭാഗത്തും ക്രീമൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് സമയം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുക്കാം. ഇപ്പോൾ കേക്കൊക്കെ നന്നായിട്ട് ഫ്രിഡ്ജിൽ വെച്ച് എടുത്തിട്ടുള്ളതാണ്. ഇനി ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് കുറച്ച് ക്രീം എടുത്തിട്ട് ഒന്ന് ഡിസൈൻ ചെയ്തിട്ട് എടുക്കാം. ഇതൊന്നിങ്ങനെ മെല്ലെ മേലേക്ക് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ കുറേശ്ശെയായിട്ട് ഒന്ന് പ്രസ് ചെയ്തിട്ട് ഇത് മുഴുവനായിട്ട് ഇങ്ങനെ ചെയ്തെടുക്കാം. കുറച്ചും കൂടി ഉണ്ട്. നമ്മുടെ ലാസ്റ്റ് സ്റ്റേജ് ആയി തുടങ്ങി. ഇനി ഈ ഭാഗത്ത് ചെയ്യുമ്പോൾ കുറച്ചൊന്ന് മേൽഭാഗത്തേക്കായിട്ട് ഇങ്ങനെ ഒരു ട്രീയിലൊരു പോലെ ആക്കി കൊടുക്കണം. എല്ലാ ഭാഗത്തും ഇപ്പോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ഭംഗിക്ക് വേണ്ടിയിട്ട് സ്റ്റാറിൻ്റെ സ്പ്രിങ്കിൾസാണ്. ഇത് എല്ലാ ഭാഗത്തും ഒന്ന് ഇട്ട് കൊടുക്കാം. എല്ലായിടത്തും ഇങ്ങനെ ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലായിടത്തും ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിതിൻ്റെ മേലൊരു സ്റ്റാറും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈസിയായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എല്ലാവരും ഒന്ന് ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.